സ്കൂൾ സമയമാറ്റത്തിൽ അധ്യാപക സംഘടനകളുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. സൂംബ പഠിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നതിൽ കായിക അധ്യാപകരുടെ എതിർപ്പും ചർച്ചയാകും. 24 ആണ് കായിക അധ്യാപകരുടെ ഈ എതിർപ്പ് പുറത്തുകൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ഉമേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എക്സ്കെൻ. ഒടുവിൽ എന്തായാലും സ്കൂൾ സമയമാറ്റം ചർച്ച ചെയ്യാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരിക്കുന്നു. നേരത്തെ സംസ്ഥാന അധ്യക്ഷനടക്കം മുഖ്യമന്ത്രിയുടെ വേദിയിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടും പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നുള്ള മറുപടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. പക്ഷേ നിലവിൽ ഇന്ന് വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ 6ാമത്തെ അജണ്ടയായിട്ടാണ് സ്കൂൾ സമയമാറ്റം ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത്. ഇതിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് 15 മിനിറ്റ് മുൻപ്, അതായത് നേരത്തെ 10 മണിക്ക് ക്ലാസ് തുടങ്ങിയിരുന്നത് 9:45 ക്ലാസ് തുടങ്ങുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറ്റുകയും ഒപ്പം ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 4:15 വരെ ക്ലാസ് സമയം ദീർഘിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ അരമണിക്കൂറാണ് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസ് സമയം മാറ്റിയിരുന്നത്. ഇതിനെതിരെയാണ് സമസ്ത അടക്കം രംഗത്തെത്തിയത്. മതപഠനം ഉള്ള വിദ്യാർത്ഥികളെ ഈ സമയമാറ്റം ബാധിക്കുന്നു എന്നായിരുന്നു ആരോപണം. എന്തായാലും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അടക്കം അധ്യാപക സംഘടനകളുണ്ട്. ഇവർ സ്കൂൾ സമയം മാറ്റത്തെ എതിർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ പ്രധാന അധ്യാപകരടക്കം ഉന്നയിച്ച ഒരു പ്രശ്നം, സ്കൂളുകളിലെ പുതുക്കിയ മെനു, വലിയ ഭക്ഷണ മെനു വലിയ രീതിയിൽ പുതുക്കിയെങ്കിലും അതിനുവേണ്ട ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിന്. ഈ സാഹചര്യത്തിൽ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രതിസന്ധിയും ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. അതേസമയം കായിക അധ്യാപകരുടെ പ്രശ്നം, അത് സൂംബ ഡാൻസ് സ്കൂളുകളിൽ ഏർപ്പെടുത്തിയപ്പോൾ സൂംബ ഡാൻസ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പല സ്കൂളുകളും കൊടുത്തിരുന്നത് ഈ കായിക അധ്യാപകർക്കാണ്. അവർക്ക് ഈ പരിശീലനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സൂംബ ഡാൻസ് ചുമതല കായിക അധ്യാപകർക്ക് നൽകുന്നതിനെതിരെ അധ്യാപകർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വിഷയവും സർക്കാർ ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പോവുകയാണ്. 14 അജണ്ടകളാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി വരുന്നത്. എസ് കെ എൻ.